നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയിൽ വാഹനമിടിച്ച് തകർന്ന മീഡിയൻ റോഡിന് നടുവിൽ നിന്ന് നീക്കം ചെയ്യാതെ അധികാരികൾ. തകർന്ന മീഡിയൻ റോഡിൽ കിടക്കുന്നത് അപകടത്തിനിടയാക്കുമെന്നും യാത്രക്കാർ. മീഡിയൻ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തം. കോട്ടയത്ത് കടയുടമയായ വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്നു. അന്യസംസ്ഥാന സ്വദേശി പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ വയോധിക ആശുപത്രിയിൽ ചികിത്സയിൽ. പല ഹൈവേ പോലീസിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന പ്രാഥമിക നിഗമനം. മൂവാറ്റുപുഴ കച്ചേരിത്താഴം റോഡിൽ വാഹനമിടിച്ച് തകർന്ന മീഡിയൻ റോഡിന് നടുവിൽ നിന്ന് നീക്കം ചെയ്യാത്തത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. അരമനപ്പടിയിൽ 4-വരിപ്പാതയ്ക്ക് നടുവിലായി സ്ഥാപിച്ചിരിക്കുന്ന മീഡിയനാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനമിടിച്ച് തകർന്നത്. ടാറിംഗ് പൂർത്തിയാക്കിയ ശേഷം ആഴ്ചകൾക്ക് മുൻപ് നിർമ്മിച്ച മീഡിയനാണ് വാഹനമിടിച്ചത്. എന്നാൽ അപകടത്തെ തുടർന്ന് റോഡിന് നടുവിലായി കിടക്കുന്ന മീഡിയന്റെ അവശിഷ്ട ഭാഗങ്ങൾ റോഡിൽ നിന്ന് ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. ഇത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാവുകയാണ്. യു-ടേൺ എടുക്കാൻ എത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ മീഡിയനിൽ തട്ടി അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ്. PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കി 4 വരിയായ ഗതാഗതം തുറന്നു നൽകിയെങ്കിലും ഇത്തരം അപകട സാധ്യതകൾ ഒഴിവാക്കാൻ അധികൃതർ ഇതുവരെ കാര്യമായ ഇടപെടലൊന്നും നടത്തിയിട്ടില്ല. അപകട ഭീഷണിയായി റോഡിന് നടുവിൽ കിടക്കുന്ന മീഡിയന്റെ അവശിഷ്ട ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കി 4 വരിയായി ഗതാഗതം അനുവദിച്ചതോടെ വാഹനങ്ങൾ അമിത വേഗത്തിലെത്തുന്നത് അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. കോട്ടയത്ത് കട ഉടമയായ വയോധികയെ ആക്രമിച്ച മാല കവർന്നു. കോട്ടയം നാഗമ്പടം പനയക്കഴിപ്പ് റോഡിൽ കട നടത്തുന്ന രത്നമ്മയ്ക്ക് നേരെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണമുണ്ടായത്. വീട്ടമ്മയെ തലക്കടിച്ചു വീഴ്ത്തി മാല കവരുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത്. ആക്രമണത്തിൽ പരിക്കേറ്റ് കടയിൽ വീണ് കിടന്നവരെ നാട്ടുകാർ ചേർന്നാണ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. തലയ്ക്ക് പരിക്കേറ്റതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പല ഹൈവേ പോലീസ് വാഹനം ഇന്ന് പുലർച്ചെ മുണ്ടാങ്കൽ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട വാഹനം സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു. ഓഫീസർ SI നൌഷാദ്, പോലീസുകാരായ സെബിൻ, എബിൻ എന്നിവർക്ക് പരിക്കുപറ്റി. സെബിന്റെ കാലിനൊടിവും മുഖത്ത് സാരമായ പരിക്കുകളും പറ്റിയിട്ടുണ്ട്. മറ്റ് 2 പേരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഇവരെ 3 പേരെയും പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. ചിങ്ങവനം NS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനം മലയാള ദിനമായി ആഘോഷിച്ചു. കേരളീയം എന്ന പേരിലായിരുന്നു പരിപാടി. മലയാള ഭാഷയുടെ മഹത്വവും കേരള പൈതൃകവും യുവതലമുറയിലേക്ക് പകർന്നു നൽകുന്നതായി ചിങ്ങവനം NSS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരള പിറവി ദിനാഘോഷം മലയാള ദിനാഘോഷമായി കേരളീയം എന്ന പേരിലായിരുന്നു പരിപാടി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മലയാള ഭാഷയെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ മലയാളത്തിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്, അല്ലേ? ഉണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരമാണ് നമ്മുടെ മലയാള ഭാഷയിലെ ഏറ്റവും പ്രത്യേകത. നമ്മുടെ മലയാള ഭാഷയ്ക്ക് വ്യക്തമായ അർത്ഥങ്ങളും അതിൻ്റെ വ്യക്തമായ സംസ്കാരങ്ങളും അതിന് പ്രത്യേക മൂല്യങ്ങളും ഒക്കെ ഉണ്ട്. PTA വൈസ് പ്രസിഡന്റ് P. അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AK അപ്പുക്കുട്ടൻ മലയാള ദിന സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ലേഖ V, പ്രഥമാധ്യാപിക പ്രീതി R, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ കാർത്തിക S, സ്റ്റാഫ് സെക്രട്ടറി VM ഗോപകുമാർ, സീനിയർ അസിസ്റ്റന്റ് രാജേഷ് കുമാർ S, അനിത PS, ജ്യോതി P, ശ്രീജ V, ലീന രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ചങ്ങനാശ്ശേരി നാട്ടൊരുമ അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി.
ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ വയലാർ രാമവർമ്മ അനുസ്മരണം നടത്തി. വിട പറഞ്ഞകന്നിട്ടും ഭൂരിഭാഗം മലയാളികൾ ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും അറിയാതെ ഓർത്തുപോകുന്ന അതുല്യ പ്രതിഭയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച അംഗങ്ങൾ വയലാർ ഗാനങ്ങൾ ആലപിച്ചു. ഇല്ലെനിക്കൊരിക്കലും മരണമെന്ന് കവിതയിൽ കുറിച്ച് വയലാർ രാമവർമ്മ കടന്നുപോയത് 1975 ഒക്ടോബർ 27-നാണ്. ദാർശനികതയും പ്രണയവും കാമവും മോഹവും പ്രകൃതിയുമൊക്കെ വാക്കുകളിലും വരികളിലും നിറച്ച് കലാകാരൻ അമരനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വയലാർ ഓർമ്മയായിട്ട് 50 വർഷം. കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയലാർ അനുസ്മരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജഷ കിരൺ ഉദ്ഘാടനം ചെയ്തു. വയലാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തരും ദിവസവും ഒരു പാട്ടയിലും കേൾക്കാതെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് പോകുന്ന ദിവസം ഓർക്കുന്ന ആളാണ്. പ്രത്യേക ഒരു അനുസ്മരണത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ദിനം പ്രതി എന്നും ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ ഓർക്കുന്ന പോലെ തന്നെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ലൈബ്രറി പ്രസിഡന്റ് KP ബാലഗോപാലൻ നായർ അധ്യക്ഷനായിരുന്നു. G സുരേഷ് നെടുങ്കുന്നം വിഷയാവതരണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജോസ് ചമ്പക്കര, ജോസഫ് അലക്സ്, തരുൺ, KN രവീന്ദ്രനാഥ്, CP തങ്കപ്പൻ, അശോകൻ, തങ്കമ്മ ജ്ഞാനകുമാർ, ജോസഫ് ഇലവുമൂട്, സന്തോഷ് VV, വസന്തരാജൻ, ലൈബ്രറിയൻ ബിസ്മി ബേബി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. അതുല്യ പ്രതിഭയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അംഗങ്ങൾ വയലാർ ഗാനങ്ങൾ ആലപിച്ചു. ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ ഇവിടെ വച്ചു നാം കണ്ടു, ആദ്യമായി ഇവിടെ വച്ചു നാം കണ്ടു. അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. സ്മരണകളിലെന്നും ഇവിടെ ജനകോടികൾ കാത്തുന്നു നിങ്ങളിൽ സമരമുളകങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. അഖില കേരള ഹിന്ദു സാംബവ മഹാസഭ ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ 26ാമത് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നവംബർ 9-ാം തീയതി ഞായറാഴ്ച വാകത്താനം ഗ്രാമപഞ്ചായത്ത് മഹാത്മജി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് രമേശ് നടരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് പ്രതിനിധി സമ്മേളനം സഭാ സംസ്ഥാന പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3-ന് സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം പൊതുസമ്മേളനം ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ സെക്രട്ടറി KK രഘു, സ്വാഗത സംഘം ചെയർമാൻ അജു ജെ, കൺവീനർ NG കൃഷ്ണൻകുട്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഖില കേരള ഹിന്ദു സാംബവ മഹാസഭയുടെ ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ്റെ 26ാമത് വാർഷിക സമ്മേളനം നവംബർ മാസം 9-ാം തീയതി
വാകത്താനം ഗ്രാമപഞ്ചായത്ത് മഹാത്മജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അന്നേ ദിവസം രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഏറെ ബഹുമാനായിട്ടുള്ള താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ കെ രഘു അവர்கள் സ്വാഗതം ആശംസിക്കും. ഈ പ്രതിനിധി സമ്മേളനം സഭയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ ശശിധരൻ അവர்கள் ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ രമേശ് നടരാജൻ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. അതോടൊപ്പം തന്നെ സഭയുടെ യുവജന സംഘടനയുടെ നേതാക്കന്മാർ, സഭയുടെ സംസ്ഥാന ഭാരവാഹികളടക്കമുള്ള ആളുകൾ ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിനുശേഷം സഭയുടെ 26ാമത് വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രതിനിധി സമ്മേളനത്തിന് ശേഷം നടക്കുകയാണ്. ഏകദേശം 2:30 ഉണ്ണാമറ്റം കവലയിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര ഞാലിയാകുടിയിലേക്ക് പുറപ്പെടും. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ്റെ കീഴിലുള്ള നിരവധിയായിട്ടുള്ള ശാഖകൾ ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ അണിചേരും. സാംസ്കാരിക ഘോഷയാത്ര ഞാലിയാകുഴി കവലയിൽ എത്തിച്ചേരുമ്പോൾ നടക്കുന്ന പൊതുസമ്മേളനം പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവர்கள் ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മേളനത്തിന് മുഖ്യ അതിഥിയായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ഹേമലത പ്രേംസാഗർ, സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MD സനേഷ് അവர்கள் മുഖ്യ പ്രഭാഷണം നടത്തും. വൈക്കത്ത് ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പൂത്തോട്ട സ്വാമി ശാശ്വതികാന്ത കോളേജിലെ BSc സൈബർ ഫോറൻസിക് വിദ്യാർത്ഥി N മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. രാവിലെയായിരുന്നു അപകടം. ഇർഫാൻ കോളേജിലേക്ക് ബൈക്കിൽ പോകുമ്പോഴാണ് അപകടം നടന്നത്. ട്രാവലർ വൈക്കത്തേക്ക് വരികയായിരുന്നു. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. വൈക്കം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കോട്ടയം ജില്ലയിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾക്ക് തുടക്കം കുറിച്ചു. ജില്ലയിലെ ഏറ്റവും മുതിർന്ന വോട്ടറായ മീനിടം മാളിയേക്കൽ ശോശാമ കുര്യാക്കോസിന് വീട്ടിലെത്തി ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ എന്യൂമറേഷൻ ഫോറം നൽകി. HDPE ചട്ടി പോട്ടിംഗ്സ് നിറച്ചത് പച്ചക്കറി തൈകളടക്കം കാക്കൂർ ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്ററിന്റെ സഹായത്തോടെ വിതരണം ചെയ്തു. കൂത്താട്ടുകുളം നഗരസഭ ജനകീയ ആസൂത്രണം 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിതരണം നടന്നത്. കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന വിതരണ ഉദ്ഘാടനം കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ കലാരാജു നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ സുനിൽ കുമാർ PG അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ഷാനവാസ്, ക്ഷേമ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മരിയ ഗൊരോത്തി, കൗൺസിലർമാരായ സിബി കൊട്ടാരം, ജോൺ എബ്രഹാം, ഷിബി ബേബി, ലിസി ജോസ്, ബേബി ജോൺ തങ്കച്ചൻ, CA PC ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിഭവനില് നമ്മുടെ 25-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ നിറച്ച് വച്ചിരിക്കുന്ന പോട്ടിംഗ് മിശ്രം നിറച്ച് വെച്ചിരിക്കുന്ന ഈ പദ്ധതി നമ്മളെ ഒരു വാർഡില് 2 പേർക്ക് എന്ന നിരക്കിൽ 50 പേർക്കാണ് നമ്മൾ ഇത് അനുവദിച്ചിരിക്കുന്നത്. വീട്ടുമുറ്റത്ത്, അതായത് ജിജി ഷാനവാസ് പറഞ്ഞതുപോലെ നമുക്ക് 2 വിധത്തിലാണ് ടെറസിലെ കൃഷിയും ഒപ്പം തന്നെ വീട്ടുമുറ്റത്തെ കൃഷിയാണെങ്കിലും പച്ചക്കറി കൃഷി ഏറ്റവും മനോഹരമായി പോട്ടിംഗ് മിക്സർ നിറച്ച് ഈ ചട്ടിയും വിത്തും വളവും ഉൾപ്പെടെയുള്ള ഒരു വളരെ സമീകൃതമായ ഒരു സംവിധാനമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളും ഒക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം പച്ചക്കറിക്ക് വേണ്ടി കേരളം വലിയ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത് വലിയ രീതിയിൽ മരുന്നുകളുടെ പ്രയോഗം നടത്തിയിട്ടുള്ള പച്ചക്കറി ആണ് എന്നുള്ളതും അത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പടിക്കലെ ജീർണിച്ചതും മഴ വന്നാൽ ചോരുന്നതുമായ വെയിറ്റിംഗ് ഷെഡിന് പുതുജീവൻ. ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി മാർട്ടിൻ 3 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച മനോഹരമായി വെയിറ്റിംഗ് ഷെഡ് നവീകരിച്ചു. റൂഫ് വർക്ക് ചെയ്ത് പുതിയ ടൈലുകൾ പാകി സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു.
ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനമുള്ളതാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ആന്റണി മാർട്ടിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് K. മണി, ഷാജി പാമ്പൂരി, B. രവീന്ദ്രൻ നായർ, മിനി സേതുനാഥ്, സതി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ്, അമ്പിളി ശിവദാസ്, ലീന കൃഷ്ണകുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ഷാജി നല്ലപറമ്പിൽ, അജിത് കുമാർ G, ബാലചന്ദ്രൻ ഉറുമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനസന്ധ്യയും നടന്നു. ഈ നിമിഷത്തിനെ സ്വയം സന്ധ്യ സൽക്കരിക്കുന്നു. സ്നേഹത്തിന്റെയും ഭക്തമാതാപിതാക്കളെ, പ്രത്യേകിച്ച് എൻ്റെ ഏറെ സഹോദരൻ മതില് വളരെ കളർഫുള്ളാക്കി മാറ്റി ആ വെയിറ്റിംഗ് ഷെഡ് നവീകരിക്കുക എന്നുള്ളത്. ഒട്ടേറെ യാത്രക്കാർ ഈ ആശുപത്രി വരുന്ന ആളുകൾ വന്ന് കടന്നു പോകുന്നൊരു സ്ഥലമാണ്. പക്ഷേ നമുക്കറിയാം വളരെ ശോച്യമായൊരവസ്ഥയിലായിരുന്നു. ഇടയ്ക്ക് നമ്മുടെ DYFIയുടെ സുഹൃത്തുക്കളുമൊക്കെ ഇടയ്ക്ക് അതൊന്ന് കുറച്ച് ഭംഗിയാക്കിയെങ്കിലും ഒരു പെർമനൻ്റായ ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല. ഇത് പലതവണ ആശുപത്രിയുടെ HMCയിൽ ചർച്ച ചെയ്യുകയും അത് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അതിന് മറ്റ് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. എങ്കിലും പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ വെച്ച് ഇന്നത് വളരെ മനോഹരമെന്ന് തന്നെ പറയാം. വളരെ വൃത്തിയായ രീതിയിൽ മനോഹരമായിട്ടത് പൂർത്തീകരിച്ചു. ഇവിടെ സൂചിപ്പിച്ച പോലെ പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ പെയിൻറ്റ് വ്യാപാര രംഗത്തുള്ള ആളുകളുടെ സഹായം തീർച്ചയായിട്ടും ലഭിച്ചു. അങ്ങനെ വളരെ ഭംഗിയായത് പൂർത്തീകരിക്കാൻ ആന്റണി മാർട്ടിന് കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ആന്റണി മാർട്ടിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രൈം ന്യൂസ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കായി ദൃശ്യ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും യൂട്യൂബും സന്ദർശിക്കാം.